കേരള സർവകലാശാല തലപ്പത്ത് അധികാര സംഘർഷം. പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകി. VC ഡോക്ടർ സിസ തോമസ് ഉത്തരവിട്ടു. VC യോഗം പിരിച്ചുവിട്ട ശേഷം തുടർന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്ത ഭരണവിഭാഗം ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനെ ചുമതലയിൽ നിന്നും മാറ്റി. പകരം ചുമതല ഹേമ ആനന്ദിന്. സസ്പെൻഷനെതിരായ ഹർജി പിൻവലിക്കാൻ രജിസ്ട്രാർ KS അനിൽകുമാറിന് ഹൈക്കോടതി അനുമതി. സസ്പെൻഷൻ പിൻവലിച്ച് തന്നെ തിരിച്ചെടുത്തുവെന്ന് രജിസ്ട്രാർ കോടതിയെ അറിയിച്ചു. രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടി നിയമവിരുദ്ധമെന്ന് സിസ തോമസ് ഗവർണർക്ക് റിപ്പോർട്ട് നൽകി. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ചേർന്നതിൽ വൈസ് ചാൻസലറോട് റിപ്പോർട്ട് തേടി ഗവർണർ. ഇന്നലെ നടന്ന സംഭവങ്ങൾ VC ഗവർണറെ ധരിപ്പിച്ചു. റിപ്പോർട്ടിൽ ഗവർണറുടെ നടപടി നിർണായകം. കോട്ടയം എരുമേലിയിൽ ബാലാലയ പ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ച വാപുരസ്വാമി ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ News 18. ക്ഷേത്രം നിർമ്മിക്കുന്നത് വാവർ പള്ളിയിൽ നിന്ന് വലിയമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ. ഹൈക്കോടതി സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന് പിന്നാലെ നിർമ്മിച്ച ഭാഗങ്ങൾ ഇടിച്ചു കളഞ്ഞ നിലയിൽ. ക്ഷേത്രത്തിനായി ദേവപ്രശ്നം നടത്തിയതിന്റെ പ്രചാരണ ബോർഡുകൾ സ്ഥലത്ത്. ദേവപ്രശ്നത്തിൽ പങ്കെടുത്തവരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയും നടപടിക്രമങ്ങൾ പാലിക്കാതെയും എരുമേലി വാപുര ക്ഷേത്ര നിർമ്മാണം പാടില്ലെന്ന് ഹൈക്കോടതി. പൂജാ സാധനങ്ങൾ ശേഖരിച്ചു വെക്കാനുള്ള താൽക്കാലിക കെട്ടിടം പൊളിച്ചുമാറ്റിയെന്ന് ഭൂവുടമ. പ്രദേശത്ത് ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ ഇടപെടാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം. ക്ഷേത്ര നിർമ്മാണം ചോദ്യം ചെയ്തുള്ള ഹർജി തീർപ്പാക്കി. KPCC DCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാൻ ഹൈക്കമാൻഡ്. 4 DCCകളിൽ അധ്യക്ഷന്മാർക്ക് മാറ്റമുണ്ടാകില്ല. അവസാനവട്ട ചർച്ചകൾക്കായി KPCC പ്രസിഡന്റും നേതാക്കളും ബുധനാഴ്ച ഡൽഹിയിൽ. കോഴിക്കോട് ചേളന്നൂരിൽ സുന്നത്ത് കർമ്മത്തിനിടെ 2 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. അനസ്തീഷ്യ നൽകുന്നതിലെ വീഴ്ച മൂലം കുഞ്ഞ് മരിച്ചത് കാക്കൂരിലെ സ്വകാര്യ ക്ലിനിക്കിൽ. ശ്വാസതടസ്സമുണ്ടായ കുഞ്ഞിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കോഴിക്കോട് സുന്നത്ത് കർമ്മത്തിനായി അനസ്തേഷ്യ കൊടുക്കുന്നതിനിടെ മരിച്ച കുഞ്ഞ് പ്രായം തികയാതെയാണ് ജനിച്ചതെന്ന് കാക്കൂരിലെ കോഓപ്പറേറ്റീവ് ക്ലിനിക് അധികൃതർ. ഇക്കാര്യം കുടുംബാംഗങ്ങൾ മറച്ചുവെച്ചാണ് അനസ്തേഷ്യയ്ക്ക് വിധേയമാക്കിയത്. അനസ്തേഷ്യ നൽകിയ ഉടനെ കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചതായും ക്ലിനിക് അധികൃതർ. നിപ്പ